തുടക്കത്തിലേ ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യണം. കാരണം ഒരു പക്ഷേ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു ഐ ഓപ്പണിംഗ് തരാനായിട്ട് എനിക്ക് സാധിക്കും. എന്തുകൊണ്ട് ഈ വീഡിയോ ഇടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിലൂടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കോഴ്സസും അതുപോലെ തന്നെ ഫ്രീ സെഷൻസും ഗ്രൂപ്പിലിടുന്ന പോസ്റ്റുകളൊക്കെ മനസ്സിലാക്കി ലൈഫിൽ പല കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരുപാട് റിസൾട്ട് കിട്ടിയപ്പോൾ അവരുടെ ലൈഫ് അവർ ആഗ്രഹിച്ചതിനപ്പുറം ബ്ലെസ്സിങ്സ് ലഭിച്ചു, സന്തോഷം ലഭിച്ചു, സമാധാനം, പണം, റിലേഷൻഷിപ്സ് ഇതൊക്കെ ലഭിച്ചപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, സാറിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇത്രയും റിസൾട്ട് കിട്ടാൻ എന്താ കാരണം ചോദിച്ചു. അപ്പോൾ ഞാൻ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നോർമലി ഞാൻ ഈ കാര്യം കോഴ്സിലൂടെയാണ് കൊടുക്കാറുള്ളത്. ബട്ട് ഇന്ന് 60K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വളരെ മനോഹരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ടൂൾ അല്ലെങ്കിൽ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു മാജിക്കൽ തിങ് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫ് വളരെ സുന്ദരമാക്കാനും ബ്ലോക്സ് മാറ്റാനും പണത്തിൻ്റെ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിട്ട് സന്തോഷത്തോടെ ലൈഫ് പോകാൻ ആഗ്രഹിക്കണ്ടേലേ, നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഫ്രീ സെഷനിലൂടെ വാട്ടർ ടെക്നിക്, വിഷ്വലൈസേഷൻ, അതുപോലെ അഫോർമേഷൻസ്, ഹെൽത്ത് ബേസ് ചെയ്തുള്ളത്, മണി ബേസ് ചെയ്തുള്ളത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. 5 മണിക്കാണ്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം നൽകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ചാനൽ ഇത്രമാത്രം വളർന്നത്. ഇനിയും സപ്പോർട്ട് നൽകുക. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ നിങ്ങളുടെ ഐ ഓപ്പണിംഗ് എന്ന് ഞാൻ പറഞ്ഞു, അത് വെറുതെ പറഞ്ഞതല്ല. ഇന്ന് ഒരുപാട് വീഡിയോസ്, ഒരുപാട് ബുക്സ്, ഒരുപാട് മെൻറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ആരെ വേണോ ആശ്രയിക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി അങ്ങനല്ല, നമുക്കിപ്പോൾ ഇത്രമാത്രം സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ ChatGPTയോടോ അല്ലെങ്കിൽ ഗൂഗിളിനോടോ നമ്മൾ എന്ത് സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവരതിന് കൃത്യമായിട്ടുള്ള ആൻസർ തരും. നമുക്ക് പല സ്ഥലത്തു നിന്നും പലതരത്തിലുള്ള നോളജ് കിട്ടുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള നോളജാണോ അതോ തെറ്റായിട്ടുള്ള നോളജാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേർഡ് ആവുന്നു. നമ്മൾ പോലും അറിയാതെ അത് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു വ്യക്തിക്ക് ഏകദേശം 12,000 മുതൽ 60,000 വരെ ചിന്തകൾ ഉണ്ടാകുന്നതാണ്. ഇതിൽ ഭൂരിഭാഗം ചിന്തകളും ആവർത്തനം സംഭവിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത രൂപീകരണം നടക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ എവിടെയും കേട്ടതാവാം, കണ്ടതാവാം, അനുഭവിച്ചതാവാം. ഇതിനൊക്കെ ആശ്രയിച്ചായിരിക്കും ഒരു വ്യക്തിയിൽ ചിന്തകൾ രൂപീകൃതമാവുന്നത്. പലപ്പോഴും 1-2 വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് FTBA. എന്താണ് FTBA? ഫീലിങ്സ്, തോട്ട്സ്, ബിലീഫ്, ആക്ഷൻ. നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ്, ബിലീഫ്, ആക്ഷൻ, ഈ 4 കാര്യങ്ങൾക്ക് ആശ്രയിച്ചായിരിക്കും നമുക്കൊരു തരത്തിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഔട്ട്പുട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈമും നമ്മൾ ആഗ്രഹിച്ചതല്ല നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. എന്താ പറയുന്നത്? നമ്മൾ നോർമലി നമ്മൾ നോക്കുമ്പോൾ എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അതല്ല ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഞാൻ എന്താണോ ആഗ്രഹിക്കാത്തത് അതനുസരിച്ചാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരു പക്ഷേ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. പലപ്പോഴും നമ്മുടെ ആഗ്രഹം എന്നും ആഗ്രഹമായിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സും ഇമോഷൻസും എന്താണോ അതാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഐ ഓപ്പണിങ്ങിൻ്റെ ഒരു ക്രാക്ക് നടക്കുന്നത്, ഒരു വിടവ് സംഭവിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതല്ല എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. ഞാൻ എന്താണോ ആഗ്രഹിക്കാത്തത് അതാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക്, മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും സംഭവിക്കുന്ന ഒരു കാര്യം, അവരവരുടെ ജീവിതത്തിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് ആക്ച്വലി അവർക്ക് ആവശ്യമുള്ളതല്ല. ഒന്നുകൂടെ പറയാം. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണോ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്, നേടിക്കൊണ്ടിരിക്കുന്നത്, അതൊരിക്കലും ആ വ്യക്തിക്ക് ആവശ്യമുള്ളതല്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു ബുക്കും പേനയും എടുക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതാണ്ടത് 2 കോളമായിട്ട് തിരിക്കുക. ആദ്യത്തെ കോളത്തിൽ
എനിക്ക് ആവശ്യമുള്ളത്, രണ്ടാമത്തെ കോളത്തിൽ എനിക്ക് ആവശ്യമില്ലാത്തത്. ഇനി 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളത്തിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് പണമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾ പക്ഷെ ചിന്തിക്കുന്നതും പറയുന്നതും എന്താണ്? എനിക്ക് പണമില്ല എന്നാണ്. അപ്പോൾ ആക്ച്വലി ആ സംഭവം എവിടെ വരേണ്ടത്? എനിക്ക് എന്താണോ വേണ്ടാത്തത് അതിലാണ് വരേണ്ടത്. പക്ഷെ നിങ്ങൾ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അവിടെ നിങ്ങൾക്ക് വേണ്ടാത്തത് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ബാക്കിലേക്ക് വരിക, വീണ്ടും കേട്ടു നോക്കുക. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ജീവിതത്തിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതിനെപ്പറ്റി അല്ല ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ വ്യക്തിക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടാത്തത് അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഫീലിങ്സും ഇമോഷൻസും കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും? എന്താണോ വേണ്ടാത്തത് അത് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും, സംഭവിച്ചുകൊണ്ടിരിക്കും. വളരെ വ്യക്തമായിട്ട് ഒറ്റ പോയിന്റിൽ ആൻസർ പറയുകയാണെങ്കിൽ, ഇന്നു മുതലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ചിന്തിക്കുക, ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടാത്തത് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ടതിൽ മാത്രം ഫോക്കസ് ചെയ്യൂ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, വേർ ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ്. നിങ്ങളുടെ ഊർജ്ജം എങ്ങോട്ടാണ് ഒഴുകുന്നത് അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയും പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ ഊർജ്ജവും പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം എത്രമാത്രം എവിടെയൊക്കെ പാഴാകി പോകുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കൂടുതലും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക്. അപ്പോൾ കൂടുതലും വേണ്ടാത്ത കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ എത്ര അഫർമേഷൻസ് പറഞ്ഞാലും, എത്ര വിഷ്വലൈസേഷൻസ് ചെയ്താലും, എത്ര പല ടെക്നിക്സ് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവാത്തത്. നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സാണ്, ഇമോഷൻസും നിങ്ങൾ കൂടുതലും എനർജിയും ഒക്കെ കൊടുക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത് അതിലേക്കാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടക്കാത്തൊരു കാര്യം കൂടെയാണ്. പക്ഷെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടാത്തത് അത് സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും. ഇത് എത്രമാത്രം നിങ്ങൾ സിമ്പിളായിട്ട് കാണുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ലൈഫ് ടഫായിക്കൊണ്ടിരിക്കും. ഇത് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പം മുതൽ, ആ നിമിഷം മുതൽ? എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എഴുതി തരാം, നിങ്ങളുടെ ലൈഫ് ആ നിമിഷം കൊണ്ട് മാറിയിരിക്കും, ഡെഫിനറ്റായിട്ട് മാറിയിരിക്കും. ഇതാണ് എൻ്റെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും റിസൾട്ട് കിട്ടാനുള്ള കാരണം. അവരോട് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും ആഴത്തിൽ ഇറങ്ങി നിന്ന് പറയും, ഇതാണ് 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 ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫുൾ ഫോക്കസ് അതിലേക്ക് കൊടുക്കും. അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് മാത്രം അവർ അട്രാക്റ്റ് ചെയ്യും. വേണ്ടാത്തത് അവർ അട്രാക്റ്റ് ചെയ്യില്ല. അവരുടെ ലൈഫ് എപ്പോഴും സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും, ധാരാളം പണം ഉണ്ടാവും, ജോലി ഉണ്ടാവും, റിലേഷൻഷിപ്സ് പ്രോപ്പറായിരിക്കും, എവറിത്തിങ്. സോ ദൈവം ധാരാളമേ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എപ്പോഴും നൽകട്ടെ. താങ്ക് യു സോ മച്ച്.